ഹായ്. ഇന്ന് ഇൻട്രൊഡക്ഷനൊന്നുമില്ല, അത് വീഡിയോ തുടങ്ങുക കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു വാലൻറ്റൈൻസ് സ്പെഷ്യലാണ്. രാവിലെ ഒരു കോൾ വന്നു, ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ തോന്നി സർപ്രൈസ് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരിക്കുന്നു. ഏട്ടനടുത്തുള്ളൊരു ഇവിടെ ടൗണിലൊരു ബേക്കറിയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ കേക്ക് കൊടുത്ത് വിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് രാവിലെ കോൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. കോള് കേട്ടപ്പോൾ പിന്നെ മനസ്സിലായി കൊറിയർ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് ഡൈനിങ് ടേബിൾ വരെ കൊണ്ടുപോയി വെച്ച് തുറന്നു നോക്കാനുള്ള ക്ഷമയില്ലാതെ തന്നെ ഞാൻ ഹോളിൽ വെച്ച് തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറ്റേ കൈ വെച്ച് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വേറൊരു കവർ. അപ്പോൾ അത് ഡയറി മിൽക്കാണ്. ഉറപ്പായി ഞാൻ സർപ്രൈസായിട്ട് എന്നെ എന്തെങ്കിലും തരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാനൊരു റോസോ ഡയറി മിൽക്കാണ് പ്രതീക്ഷിച്ചത്. കേക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. വേഗം തന്നെ തുറന്നു നോക്കിയപ്പോൾ നിറച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. വിട്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ മണിക്കുട്ടി. ഒരു കരച്ചിൽ വന്നു, സങ്കടം വന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഏട്ടനെ വിളിച്ചേ. അപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ച് ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഒക്കെ അപ്പം തന്നെ പറഞ്ഞ് ഡയറി മിൽക്കിൻ്റെ കവറും തുറന്ന് അപ്പോൾ ഇതാ അതിൽ ഒന്നല്ല രണ്ടല്ല 3 ഡയറി മിൽക്ക്. 1 വാലൻറ്റൈൻസ് സ്പെഷ്യലും 2 ഫാമിലി പാക്കിൻ്റെ 3. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുറക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കാണ്. അപ്പോൾ അതിനകത്ത് എഴുതിക്കുന്നു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ മണിക്കുട്ടി. എന്നെ വിളിക്കുന്നത് മണിക്കുട്ടി എന്നാട്ടോ ഏട്ടന് മാത്രം വിളിക്കുന്ന സ്പെഷ്യലായ പേര്. ഇവരാർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യം കിട്ടിയ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഞാൻ തുറന്നു നോക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയത്. പക്ഷെ ഇത് എങ്ങനെ ഇത് കവർ ചീത്തയാവാതെ തുറക്കാമെന്ന് ആലോചിച്ച് പതുക്കെ തുറക്കുന്നത്. വീഡിയോയിൽ നല്ല സ്പീഡിലാണ് കാണിക്കുന്നതെങ്കിലും പതുക്കെ തുറക്കുന്നത്. ഞാൻ ഇതുവരെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഇത് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഇതിങ്ങനെ തുറന്നു നോക്കിയാൽ പിന്നെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഫോട്ടോ വയ്ക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ കുറേ കണ്ടു. അപ്പോൾ എല്ലാം പതുക്കെ നോക്കി ഒന്നും കേടാവാതെ പതുക്കെ ഞാനത് പുറത്തെടുത്തു. അപ്പോഴേക്കും ഇത് അവിടെ 3 പേര് കേക്ക് മുറിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടി കേക്കൊക്കെ മുറിച്ചു. ഇതാ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ കേക്ക് കൊണ്ടുവന്നെന്ന് നോക്കിയിട്ട് കേക്ക് അവർ കണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കുന്നത്. അങ്ങനെ ഇതാണ് കേക്ക്. ഇപ്രാവശ്യത്തെ വാലൻറ്റൈൻസ് ഡേ അപ്പോൾ കുറച്ച് സ്പെഷ്യലായിരുന്നു. ഏട്ടനിവിടെ ഇല്ല, എന്നാലും ഗിഫ്റ്റുകളെല്ലാം ഏട്ടൻ കൊടുത്തു വിട്ടു. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇതൊക്കെ ഏട്ടനിക്കിതൊക്കെ വാങ്ങി തന്നു. ഞാൻ ഏട്ടന് ഇതുപോലെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകൾ ഉണ്ടാക്കുക ചെയ്തിരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായി. അതിൻ്റെ കൂടെ ഇന്നലെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് റൂമിലെ ഒരു കോർണർ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.